ഹായ് ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു യൂഷ്വൽ ആയിട്ടുള്ള ഈവനിങ് റുട്ടീനാണ്. സോ ദ ഫസ്റ്റ് തിങ് ഇസ് ടേബിൾ മേക്ക് ഓവർ. നമ്മൾ പുതിയ ടേബിൾ മേടിച്ചിട്ട് 2-3 ഷോർട്സ് ഇട്ടു എന്നല്ലാണ്ട് ലോങ് വീഡിയോസ് ഒന്നും മേക്ക് ഓവറിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ എന്തായാലും നമുക്ക് ഇന്ന് നമ്മുടെ ടേബിളിന് ഒന്ന് കുട്ടപ്പനാക്കാം. അത്രയല്ല, ഒരു ബർത്ത്ഡേ കഴിഞ്ഞതിൻ്റെ കംപ്ലീറ്റ് ക്ഷീണവും എൻ്റെ ടേബിളിനാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഒരുപാട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അതിൻ്റെ മേലേക്ക് കയറിയിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ യൂഷ്വലി കാണുന്ന ഒരു സംഭവമാണ് ഒരു ടേബിളും ഒരു ചെയറും, അതിനകത്ത് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ. ആൻഡ് കണ്ണി കണ്ട കുറേ സാധനങ്ങളൊക്കെ നമ്മളുടെ ടേബിളിൻ്റെ മുകളിലേക്കും അനാവശ്യമായി കയറി തുടങ്ങിയിട്ടുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ഇതെല്ലാം ഒന്ന് ഡീക്ലട്ടർ ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഇവിടെ വെക്കാം. ബിക്കോസ് ടേബിൾ നല്ല സ്പേഷ്യസ് ആണെങ്കിലും ഇപ്പൊ തീരെ സ്പേസ് ഇല്ലാണ്ടാണ് ഇരിക്കുന്നത്. അത്രയ്ക്ക് സാധനങ്ങൾ ടേബിളിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടിട്ടുള്ളത് ഈ ഒരു പെൻ സ്റ്റാൻഡാണ്. ഇതിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ കൊള്ളുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറേ പേന തെളിയാത്തൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് എല്ലാം ഞാനിപ്പോൾ ഡീക്ലട്ടർ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ടേബിളിൽ നിന്ന് ഓരോ സാധനങ്ങളായിട്ട് മാറ്റി പൊടിയൊക്കെ തുടച്ച് വേണം നമുക്ക് വീണ്ടും തിരിച്ചെടുത്ത് വെക്കാൻ. അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ. കുറേ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി കാണുമ്പോൾ ഒരു ശ്വാസം മുട്ടലായിരിക്കും. ടേബിൾ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രശ്നം എങ്ങനെ ഇത് മേക്ക് ഓവർ ചെയ്തെടുക്കുന്നതായിരുന്നു. ഇതിനാണെങ്കിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഭംഗിയായിട്ട് ഫില്ല് ചെയ്യാൻ വേണം. ഞാൻ ഒറ്റ നോട്ടത്തിൽ നോക്കിയപ്പോഴേക്കും എനിക്ക് അത്ര വലിയ ഐഡിയാസ് ഒന്നും കിട്ടിയില്ല. പിന്നെ ഒന്നുകൂടി നോക്കിയപ്പോൾ വീടിനകത്തുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഇതൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ലൈവ് പ്ലാന്റ്സും ബുക്സും മാത്രം വെച്ച് നമുക്കിതൊന്ന് ഡെക്കർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ 2-3 കപ്പും പെൻ സ്റ്റാൻഡ് മാത്രമേ ഞാൻ ഇതിനകത്തേക്ക് എക്സ്ട്രാ വെച്ചിട്ടുള്ളൂ. പിന്നെ ഫ്ലവേഴ്സ് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫ്ലവേഴ്സ് മേടിച്ചിടാറുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫ്ലവർ മാത്രമേ കയ്യിലുള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു പിങ്ക് കളറിലെ ലൈറ്റ് കൂടി വെച്ച് കൊടുത്തു. ഈ ഒരു ടേബിൾ മേക്ക് ഓവർ ചെയ്ത് വരുമ്പോഴേക്കും എനിക്ക് നമ്മുടെ വാർഡ്രോബൊക്കെ അറേഞ്ച് ചെയ്തില്ലേ, അതേ ഒരു സെയിം ഫീലിംഗ് ആണ്. സോ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് ആയിട്ടുള്ള ടേബിൾ മേക്ക് ഓവർ ഇവിടെ കഴിഞ്ഞു. സോ നെക്സ്റ്റ് നമുക്ക് ഇനി ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. ഈവനിങ് റുട്ടീൻ ഈവനിങ് ടീ ടൈം ഇല്ലാണ്ട് എങ്ങനെയാണ് കംപ്ലീറ്റ് ആവുക? സോ ഇന്ന് നമ്മൾ ഈവനിങ് സ്നാക്കിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ബനാനയും അതേപോലെ തന്നെ യോഗേർട്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ്. അധികം പണിയൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് നമുക്ക് വയറ് നിറയും. പിന്നെ ബനാന യോഗേർട്ട് മാത്രമേ നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നല്ല ഹെൽത്തിയുമാണ്. ഞാൻ എടുത്തിരിക്കണേ മാംഗോ ഫ്ലേവർ യോഗേർട്ടാണ്. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി നോക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഏത് ഫ്ലേവറിൻ്റെ ആയാലും യോഗേർട്ട് എടുക്കാം. ഇനി വേണമെങ്കിൽ കുറച്ച് ഷുഗറോ ഹണിയോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. ദാറ്റ്സ് ഓൾ. അങ്ങനെ സ്നാക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് വളരെ യാദൃശികമായി ലെറ്റ്സ് ഗോ ഫോർ എ ഷോപ്പ്. പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങാനുള്ളെങ്കിലും ഇടയ്ക്ക് ഇതേപോലെയൊക്കെ ഒരു ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങൽ പതിവായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഒന്നും വാങ്ങിയില്ലെങ്കിൽ കളക്ഷനൊക്കെ കണ്ടു നടക്കാനൊരു സന്തോഷം. മെയിനായിട്ടുള്ള എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി ഇതേപോലെ ട്രയൽ റൂമിൽ പോയി 2 ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. ഇനിയാണ് എൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ഈവനിങ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ജേർണൽ ചെയ്യാനിരിക്കണേക്കാളും മുന്നേ ആയിട്ട് ഒരു വേപ്പറൈസർ കത്തിക്കാറുണ്ട്. സോ നമ്മുടെ മൂഡൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്ത് ആ ഒരു ദിവസത്തെ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ സാധാരണ ഒരു റഫ് ബുക്കിലാണ് ഞാൻ എൻ്റെ പോസിറ്റീവ് അഫർമേഷൻസോ ആ ദിവസത്തെ മന്ത്രയൊക്കെ എഴുതി വെക്കാറുള്ളത്. അപ്പോൾ എല്ലാ ദിവസവും മോർണിംഗ് ആണ് ചെയ്യാറുള്ളത്. പിന്നെ സമയം കിട്ടാത്ത ദിവസങ്ങളിൽ ഈവനിങ്. ജേർണലിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ഐഡിയ കിട്ടാത്ത സമയത്ത് പിൻട്രസ്റ്റിൽ കയറി വെറുതെ ഇങ്ങനെ തിരഞ്ഞു ഓരോരോ ഐഡിയാസൊക്കെ നോക്കി അതുപോലെയൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കാറുണ്ട്. പക്ഷെ അത്ര സക്സസ്ഫുൾ ആയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ഒരു ഏകദേശം ഒരു ഐഡിയയിലൊക്കെ കിട്ടും. ഇതാണ് ഞാൻ ജേർണലിങ്ങും തോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ബുക്ക്. ഇതിൽ ഞാൻ ഇടയ്ക്ക് ഡയറി പോലെ എഴുതാറുണ്ട്. പിന്നെ തോന്നുന്ന കാര്യങ്ങൾ എഴുതാറുണ്ട്. ഇടയ്ക്ക് വാട്ടർ കളർ ചെയ്യാറുണ്ട്. അങ്ങനെ സ്ഥിരം ഒരു ജേർണൽ എന്ന് പറയണ ഒരു ഇതില്ല. എന്താണ് അന്നത്തെ ദിവസം ചെയ്യാൻ മൂഡ് അതങ്ങനെ ചെയ്ത് വെക്കും. കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ജേർണലിങ് തന്നെയാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും ജേർണലിങ് ചെയ്യാനാണ് ഒരു മൂഡ്. എനിക്ക് പെയിന്റ് കൊണ്ടുള്ള പരിപാടിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം വാട്ടർ കളർ വെച്ചിട്ട് ജേർണൽസ് ട്രൈ ചെയ്യാനാണ്. എനിക്ക് വാട്ടർ കളർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ബിക്കോസ് എനിക്ക് ചെയ്ത് വരുമ്പോൾ ഒരു ഫിനിഷിങ് തോന്നുന്നതും കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നതും വാട്ടർ കളർ ചെയ്യുമ്പോൾ. ഇന്ന് വാട്ടർ കളറും പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ജേർണൽ ചെയ്യാം. ഈ പറഞ്ഞ പോലെ പിൻട്രസ്റ്റിലൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഇതെൻ്റെ സ്വന്തം ഐഡിയയിൽ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 2-3 സാധനങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ജേർണലാണ്. പിന്നെ ഈ ജേർണലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ഭയങ്കര പെർഫെക്ഷനിൽ ചെയ്തെടുക്കണം എന്ന് പറയുന്ന ഒരു സംഭവമൊന്നുമില്ല. എങ്ങനെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതേപോലെ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ പോപ്പ് സിംഗേഴ്സിൻ്റെ ഒക്കെ ആ ഒരു പോളറോയിഡ്സ് ആണ്. ഇത് നമ്മൾ മതിലിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് പറിച്ച് മാറ്റി. അപ്പം എന്തായാലും ഇത് വെറുതെ കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് ഒരു സിമ്പിൾ എസ്തെറ്റിക് ജേർണൽ ഉണ്ടാക്കാം. ടൈലർ സ്വിഫ്റ്റിൻ്റെ ലവർ എന്ന് പറയുന്ന ഒരു ആൽബത്തിൻ്റെ പോളറോയിഡ് കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റോസ് കളറിനോട് മാച്ച് ചെയ്യുന്നത് ഈ ഒരു കളറാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് ഒട്ടിക്കുന്നത്. ഇത് നൈറ്റ് ലൈക്ക് ദിസ് എന്ന് പറയുന്ന ഒരു ആൽബമാണ്. അപ്പോൾ ചെയ്ത് വന്നപ്പോഴേക്കും ഇമോഷൻസുമായിട്ട് ഭയങ്കര കണക്റ്റ് ആയിട്ടുള്ള വരികളാണ് ഇതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഹെഡിങ് ഇമോഷൻസ് എന്ന് കൊടുത്തത്. അങ്ങനെ നമ്മൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പേർപ്പിൾ തീമിലുള്ള എസ്തെറ്റിക് ജേർണൽ ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മുടെ വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം
കാരണം കോളേജ് പെട്ടെന്ന് ട്രാൻസ്ഫർ ആയിട്ട് വേറൊരു കോളേജിലേക്ക് മാറി. അപ്പോൾ അവിടുത്തെ വർക്ക്സും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയതുകൊണ്ടാണ് വീഡിയോസ് റെഗുലർ വരാത്തത്. വൺസ് എല്ലാ കാര്യങ്ങളും ഒന്ന് ട്രാക്കിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി ബാക്ക്. ആൻഡ് ഇതൊക്കെ കണ്ട് ഇനി സന്തോഷിച്ച് രാത്രി പോയി കിടന്നുറങ്ങണം. അതാണ് അടുത്ത പരിപാടി. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ വരേക്കും ബൈ.